ഹലോ ഫ്രണ്ട്സ്, അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിൻ്റെ വില കുതിച്ചുയർക്കുകയാണ്. ഡോളറൈസേഷൻ്റെ ഭാഗമായി ലോകത്ത് സ്വർണത്തിന് $US പകരമായി ഒരു വൻതോതിലുള്ള ഡിമാൻഡ് സ്വർണത്തിന് വന്നിട്ടുണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ബ്രിക്സിൻ്റെ ഒരു പുതിയ കറൻസി വരുന്നു. അത് ഗോൾഡ് ബാക്കപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് വൻതോതിൽ സ്വർണം പർച്ചേസിങ് നടക്കുന്നുണ്ട്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ തന്നെ ഏതാണ്ട് 15 മെട്രിക് ടണ്ണോളം സ്വർണം പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ചൈനീസ് റിസർവ് ബാങ്കും വൻതോതിൽ സ്വർണം പർച്ചേസ് ചെയ്തു. അങ്ങനെ ലോകത്താകമാനം സ്വർണത്തിൻ്റെ വൻതോതിലുള്ള റിസർവ് കറൻസി എന്നുള്ള നിലയ്ക്ക് $US ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ ഭാഗമായി ഡോളറൈസേഷൻ്റെ ഭാഗമായിട്ട് വൻതോതിൽ സ്വർണം പർച്ചേസിങ് നടക്കും. 2, മിഡിൽ ഈസ്റ്റിലുണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, പ്രത്യേകിച്ച് റെഡ് സീയിൽ ഉണ്ടായിരിക്കുന്ന ബ്ലോക്ക്, അത് ലോകത്ത് പൊതുവിൽ ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പണപ്പെരുപ്പം അതിൻ്റെ ഭാഗമായിട്ടും, പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഫ്യൂവൽ പ്രൈസിലുണ്ടായിട്ടുള്ള വൻതോതിലുള്ള വർധനവ്, ഇപ്പം ഹോർമുസ് സ്ട്രെയ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആ പ്രശ്നം, അത് ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങളുടെ എണ്ണ കടന്നു പോകേണ്ടത് ഹോർമുസ് സ്ട്രെയ്റ്റിലൂടെയാണ്. അപ്പോൾ ഇറാനും ഇസ്രയേലുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹോർമുസ് സ്ട്രെയ്റ്റിലൂടെ സമാധാനപരമായ ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നമാകും. പിന്നെ പൊതുവിൽ ഗ്ലോബൽ സൗത്തിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ മെഡിറ്ററേനിയൻ സീയിലേക്കുള്ള സൂയസ് കനാൽ വഴിയുള്ളത് റെഡ് സീയിലെ പ്രശ്നങ്ങളുണ്ട്, അവിടെ പ്രശ്നം. 2, ഈ ലോകത്തിൻ്റെ എനർജി റിക്വയർമെൻറ്റിൻ്റെ ഏതാണ്ട് ഒരു നല്ലൊരു ശതമാനം പോകേണ്ട പേർഷ്യൻ ഗൾഫ് ഉൾപ്പെടുന്ന ഹോർമുസ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് വൻതോതിൽ ഫ്യൂവൽ പ്രൈസ് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസും വൻതോതിൽ വർധനം, അതായത് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ഏറ്റവും സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് ഗോൾഡിലേക്ക് ആളുകൾ വൻതോതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 3-4 മാസത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡിസംബറിലെ പ്രൈസും മാർച്ചിലെ പ്രൈസും തമ്മിലുള്ള ഒരു അനാലിസിസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡിസംബറിൽ 5411 രൂപയായിരുന്നു 1 ഗ്രാം ഗോൾഡിന്. അത് ഏപ്രിൽ ആദ്യവാരത്തിൽ ഒരു 6047 എത്തി. ഇപ്പോൾ അതിലും കൂടിയിരിക്കുന്നു. അപ്പം ഒരു 100 പവൻ സ്വർണം മേടിക്കുന്ന ഒരാളിന് ഒരു 1000 രൂപ, 1 ഗ്രാമിൻ്റെ പുറത്ത് 1000 രൂപയുടെ ഡിഫറൻസ്. അപ്പോൾ 1000 ഗ്രാം മേടിക്കുന്ന ആളിന് ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഈ വെറും 3 മാസത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഗ്രോത്താണ്, ഒരു ഡിഫറൻസാണ് ഈ പറയുന്നത്. ഇനി നമ്മൾ 2000 മുതലുള്ള സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2000-ൽ വെറും സ്വർണത്തിന് 400 രൂപയേ ഉള്ളൂ 1 ഗ്രാമിന്. 1 കിലോയ്ക്ക് 4 ലക്ഷം, 10 കിലോയ്ക്ക് വെറും 40 ലക്ഷം രൂപയുള്ള. ഇന്ന് 1 ഗ്രാമിന് ഈ 2024 നിൽക്കുമ്പോൾ 6000-ന് മുകളിലാണ്. അതായത് 1 കിലോ സ്വർണത്തിന് 60 ലക്ഷം രൂപയുടെ മുകളിലായി. 2000-ൽ വെറും 4 ലക്ഷം രൂപയിൽ നിന്നിരുന്ന സാധനം 1 കിലോ സ്വർണത്തിന് 4 ലക്ഷമാണെങ്കിൽ ഇന്നത് 60 ലക്ഷം. അപ്പം ആ ഒരു മെറ്റലിൻ്റെ സ്റ്റഡി ഗ്രോത്താണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പീരീഡിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ പോലും ലോങ് ടേമിൽ ഒരു 1100% മുകളിൽ 2000 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലുള്ള ഗ്രോത്ത് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് സ്വർണത്തിൻ്റെ റേറ്റ് ഇനിയും കൂടും. ലോകത്ത് ഇപ്പം നിൽക്കുന്ന അൺസർട്ടനിറ്റികൾ പ്രിവെയിൽ ചെയ്യാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സ്വർണത്തിൻ്റെ വില 1 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് എത്തിപ്പെട്ടാൽ 2024 കഴിയുമ്പോഴത്തേക്ക് ആ നിലയിലേക്ക് വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അതുകൊണ്ട് കസ്റ്റമേഴ്സ് എത്രയും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുക. Al Muqtadir Gold and Diamond Group,